പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ തീരുമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വീണ്ടും നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ എളിയവന് കടന്നു വരുവാനും ജീവിക്കുന്നവനായ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളുമായി ഒരിക്കൽ കൂടെ ഷെയർ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവയുടെ അവന് കൃപ നൽകിയത് കൊണ്ട് ദൈവത്തെ തീരുമായി സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ തിരുവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. സ്തോത്രം. വീണ്ടും അതിൻ്റെ 5-ാമത്തെ ഭാഗമാണ് ഇന്ന് ഈ വൈകിയ സമയത്ത് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം അവൻ്റെ ദൈവത്വം എന്ന വിഷയം പോലെ തന്നെ വളരെ സുദീർഘമായി പഠിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതുമാണ്. ഇത് അന്ത്യകാലമാണല്ലോ. നമ്മുടെ പ്രാണപ്രിയന്റെ വരവ് നമ്മോട് ഏറ്റവും സമീപമായിരിക്കുന്നു. ലോകത്തെവിടെ നോക്കിയാലും കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന വിധത്തിലുള്ളതായ സംഭവ വികാസങ്ങളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ വളരെ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു. അതിൻ്റെ ദുരന്തം ഇതുവരെയും നമ്മെ വിട്ടുമാറിയിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ കെടുതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളമെന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല മനുഷ്യരും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. മറ്റ് ഇതര സംസ്ഥാനങ്ങളിലും നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതിനേക്കാൾ വളരെ ഭയാനകമാകുന്ന ദുരന്തങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഇനിയും അതിലേറെ ദുരന്തങ്ങൾ ലോകത്തിൽ കടന്നു വരുവാനുണ്ട് എന്നുള്ളതും തിരുവചന സത്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് അത് വേഗത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായി തീരും. മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാതെ പാപത്തിൻ്റെ മാർഗങ്ങളിൽ ജീവിക്കുമ്പോൾ ദൈവം അതനുസരിച്ച് മനുഷ്യൻ്റെ മേൽ ന്യായവിധി അയക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. അതുകൊണ്ട് നാം എല്ലായ്പ്പോഴും ദൈവമുഖം അന്വേഷിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തിന് പ്രയോജനമുള്ള മക്കളായി ജീവിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. അന്ത്യകാലമാകയാൽ ശത്രുവാകുന്നവൻ അനേക വ്യക്തികളെ എടുത്തുപയോഗിക്കുന്നുണ്ട്. ദൈവവചനത്തിൻ്റെ നിർമ്മലമാകുന്ന സത്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പല വ്യാജ ഉപദേശങ്ങളും പഠിപ്പിക്കുവാൻ പലരും തയ്യാറാകുന്നു. സ്തോത്രം. വ്യാജമാണ് അവർ സംസാരിക്കുന്നതെങ്കിലും തങ്ങൾ സംസാരിക്കുന്നത് ഏറ്റവും മെച്ചമായിട്ടുള്ളതും സത്യമായിട്ടുള്ളതുമാണ് എന്ന് സമർത്ഥിക്കുവാനായിട്ട് വളരെയധികം പരിശ്രമിക്കുകയും സ്തോത്രം അത് അംഗീകരിക്കുവാൻ തയ്യാറാകുന്ന ആളുകളെ അതിൽ ലയിപ്പിക്കുവാനായിട്ട് കൂടുതൽ താല്പര്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവവചനത്തിൻ്റെ നിർമ്മലമാകുന്ന സത്യത്തെ മറ്റേതെങ്കിലും കാര്യലാഭങ്ങൾക്ക് വേണ്ടിയോ ഏതെങ്കിലും ആശയ മേന്മയ്ക്ക് വേണ്ടിയോ അത്
വളച്ചൊടിക്കുവാനോ തിരുത്തി എഴുതുവാനോ തിരുത്തി പഠിപ്പിക്കുവാനോ ശ്രമിച്ചാൽ സ്തോത്രം ദൈവവചനത്തിൻ്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റുവാനും പഠിപ്പിക്കുവാനും മനുഷ്യർക്ക് അവകാശമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവൻ തീർച്ചയായിട്ടും വലിയ ന്യായവിധിയുടെ അവസ്ഥയിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വരുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഈ നാളുകളിൽ തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ സത്യോപദേശം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഗ്രഹിച്ച് അതിൽ ആശ്രയിച്ച് നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിച്ച വിഷയം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയമാണല്ലോ. അത് കഴിഞ്ഞ നാളുകളിൽ സംസാരിച്ചതിൻ്റെ ബാക്കി ഭാഗമാകയാൽ അതിൻ്റെ 5-ാമത്തെ ഭാഗമാണ് ഇന്ന് നാം സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. യേശു യഥാർത്ഥത്തിൽ ദൈവവും അവൻ മനുഷ്യനുമാണ് എന്ന് ഈ ലോകത്തിൽ അവൻ ജീവിക്കുമ്പോൾ തന്നെ തെളിയിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിലുള്ള യാഥാർത്ഥ്യങ്ങൾ എന്ത് എന്ന് ഒരു വ്യക്തിക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എങ്കിൽ അവൻ്റെ വിശ്വാസം പൂർണ്ണമാവുകയില്ല എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കർത്താവ് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തിയ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി കുറിക്കൊള്ളേണ്ടതും ആവശ്യമാണ്. കർത്താവ് പറഞ്ഞ കാര്യം സൂക്ഷ്മമായി പഠിച്ചിരിക്കണം. ഞാൻ പിതാവിലും പിതാവ് എന്നിലും വസിക്കുന്നു എന്ന് കർത്താവ് പറയുവാനിടയായി തീർന്നു. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് കർത്താവ് പറയുവാനിടയായി. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നീ കാര്യങ്ങൾ നാം വ്യക്തമായി മനസ്സിലാക്കണം. അതേക്കുറിച്ച് വ്യക്തമായ ഒരറിവ് ഇല്ലാതെ പോയാൽ നാം പലപ്പോഴും പലതിലും തെറ്റിപ്പോകുവാൻ ഇടയാകും എന്ന് വചനം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ വിഷയം ഒരു മർമ്മമാണ്. വിശുദ്ധ പൗലോസ് പറയുന്നത് ദൈവഭക്തിയുടെ മർമ്മം എന്നാണ്. സ്തോത്രം. ഈ മർമ്മങ്ങളെ ഒരുവന് വ്യക്തമായി അറിയുവാൻ കഴിയണമെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് അഥവാ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി കൊടുക്കാതെ ഒരു വ്യക്തിക്കും ഈ വസ്തുതകൾ തിരിച്ചറിയുവാൻ കഴിയുകയില്ല. സ്തോത്രം. അങ്ങനെയുള്ള ഒരു വെളിപ്പാട് തനിക്ക് ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാലുള്ള നിറവ് പ്രാപിച്ച ഒരു വ്യക്തിയായിരിക്കണം. സ്തോത്രം. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പ്രകടനം കാണിച്ചത് കൊണ്ട് കാര്യമാകുന്നില്ല. വാസ്തവമായിട്ടും പരിശുദ്ധാത്മാവിനാലുള്ള നിറവ് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് പ്രാപിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കണമെങ്കിൽ അവൻ മാനസാന്തരപ്പെട്ട വ്യക്തിയായിരിക്കണം. മാനസാന്തരപ്പെട്ട വ്യക്തി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചവനുമായിരിക്കണം. ഇന്ന് ദൈവമക്കൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഈ കമ്പക്കാരൻ്റെ മാലപ്പടക്കത്തിന് തീപിടിച്ചതുപോലെ കുറച്ച് അന്യഭാഷകളൊക്കെ പൊട്ടിച്ചാൽ അത് മാനസാന്തരമാണെന്നും പരിശുദ്ധാത്മാവാണെന്നും ഒക്കെ പറഞ്ഞു പലരും സ്വയം വീമ്പിളക്കി നടക്കുന്നു. അവരൊക്കെ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോകുമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാതെയാണ് പലപ്പോഴും ഇത്തരം പ്രകടനങ്ങൾ നടത്തുവാനിടയായി തീരുന്നത്. അങ്ങനെ കർത്താവിനാൽ കൈവിടപ്പെട്ടു പോകാതെ സ്തോത്രം എല്ലാവരും കർത്താവിനെ അറിയേണ്ടും പോലെ അറിഞ്ഞ് അവൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കൊത്ത ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ആവശ്യപ്പെടുകയാണ് ദൈവത്തിൻ്റെ വചനം.
ഇന്ന് ഈ വൈകിയ സമയത്ത് തിരുവചനത്തിൽ നിന്ന് ചില സത്യങ്ങൾ സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ദൈവം മനുഷ്യത്വം എടുക്കുവാനുള്ള കാരണങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിച്ച് നോക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യഭാഗം ഇങ്ങനെ വായിക്കുന്നു: ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് ആ വാക്യഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ന്യായപ്രമാണം അതൊരു പാപത്തിൻ്റെ പ്രമാണമാണെന്നും ആ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചനം പ്രാപിക്കേണ്ടതിന് ഒരു രക്തച്ചൊരിച്ചിൽ ആവശ്യമാണ് എന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. സ്തോത്രം. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 23-24 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ അവന്റെ കൃപയാൽ, ക്രിസ്തുയേശുവിന്റെ കൃപയാൽ, ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ട് അത്രയും നാം നീതീകരിക്കപ്പെടുന്നത് എന്ന് ഇവിടെ കാണുവാൻ കഴിയുകയാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടാണ് നാം നീതീകരിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത് എന്ന് റോമിലുള്ള ന്യായവിശ്വാസികളോട് കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുകയാണ്. റോമാലേഖനം തന്നെ അതിൻ്റെ 6-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യഭാഗം നാം പഠിക്കുമ്പോൾ അവിടെ കാണുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, നമ്മുടെ കർത്താവിൻ്റെ കൃപാവരമാണ് നമ്മുടെ സ്തോത്രം നിത്യജീവൻ എന്നും ഇവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് കടന്നു വന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള വിഷയം ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും മനുഷ്യനെ വീണ്ടെടുക്കുക എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള വിഷയമാണ്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഉണ്ടാവുകയില്ല. സ്തോത്രം. റോമാലേഖനത്തിൽ കണ്ടത് ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാണ്. സ്തോത്രം. പാപത്തിൻ്റെ ശമ്പളം മരണം മാത്രമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൃപാവരമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ദൈവം തനിക്കായി ഒരു ശരീരം ഒരുക്കി, ആ ശരീരത്തിൽ അവൻ സ്വയം വെളിപ്പെട്ടു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10 മുതൽ 15 വരെയുള്ളതായ വേദഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകൻ കഷ്ടാനുഭവങ്ങളാൽ ആയിത്തീരേണ്ടത് യുക്തമായിരുന്നു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അവരുടെ രക്ഷാനായകൻ കർത്താവായ യേശു ക്രിസ്തുവാണെന്നും നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത് വിശുദ്ധീകരിക്കപ്പെടുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്, അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ ലജ്ജിക്കാതെ ഞാൻ
നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്നിരിക്കുന്ന മക്കളും എന്നും പറയുന്നു. സ്തോത്രം. വിശുദ്ധീകരിക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. വിശുദ്ധീകരിക്കപ്പെടുന്നവർ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. ഇവിടെ കർത്താവിൻ്റെ വചനം പറയുന്നു, അവർക്ക് എല്ലാവർക്കും ഒരു പിതാവല്ലേ ഉള്ളത്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ ലജ്ജിക്കാതെ, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കുമെന്നും സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്നിരിക്കുന്ന മക്കളും എന്ന് പറയുന്നു. അതിൻ്റെ 14-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്ന ഓരോരുത്തരെയും വിടുവിച്ചുവല്ലോ എന്ന് കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. മക്കൾ ജഡത്തിൽ വസിക്കുന്നവരാകയാൽ, ജഡത്തിൽ ജീവിക്കുന്നവരാകയാൽ അവരുടെ സൃഷ്ടികർത്താവായ പിതാവും അവരെ പോലെ ജഡത്തിൽ വെളിപ്പെട്ടു വന്ന് ജഡരക്തങ്ങളോടുകൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്ന തൻ്റെ മക്കളെ ഒക്കെയും വിടുവിച്ചു എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു വന്നു, നമുക്ക് പകരമായി അവൻ മരിച്ചു. നഷ്ടപ്പെട്ടു പോയതിനെ ഒക്കെയും അവൻ വീണ്ടെടുത്തു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. യഥാർത്ഥത്തിൽ ദൈവമല്ല ഇവിടെ മരിച്ചത് എന്ന കാര്യവും നാം മനസ്സിലാക്കണം. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു വന്നു, അവൻ്റെ മനുഷ്യത്വമാണ്. സ്തോത്രം. ലോകത്തിലുള്ളതായ സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി അല്ലെങ്കിൽ വീണ്ടെടുപ്പിനായി മരിക്കുവാനിടയായി തീർന്നത് എന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി എന്നവിടെ അതിൻ്റെ 9-ാമത്തെ വാക്യഭാഗത്തിൽ കാണുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയുവാൻ കഴിയുന്നു. സ്തോത്രം. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ മാത്രമാണ് യോഗ്യൻ, നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും ഉള്ളവരെ ഒക്കെയും ദൈവത്തിനായി നീ വിലയ്ക്ക് വാങ്ങി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തു ഏതെങ്കിലും ഒരു വിഭാഗം ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയല്ല ലോകത്തിലേക്ക് വന്നത്. ഭൂമിയിലുള്ളതായ സകല മനുഷ്യവർഗത്തെയും സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലുമുള്ളതായ സകല പ്രിയപ്പെട്ടവരെയും വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവ് മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്നു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ 10-ാമത്തെ വാക്യഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ടും അവർ പാടുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. കർത്താവിന് രാജ്യവും പുരോഹിതവർഗമാക്കി മാറ്റിയ സകല ആളുകളും ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് പാടുന്നതായി കേൾക്കുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. അപ്പോൾ സ്തോത്രം, കർത്താവിനായി വീണ്ടെടുപ്പ് ജനനം പ്രാപിച്ച് വിശുദ്ധന്മാരായി ജീവിക്കുന്ന രാജകീയ പുരോഹിത വർഗത്തിന് ഭൂമിയിൽ വാഴുവാനുള്ളതായ ഭാഗ്യമുണ്ടാകും, അല്ലെങ്കിൽ ഭരണം നടത്തുവാനുള്ളതായ ഭാഗ്യമുണ്ടാകും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നീയല്ലോ ഞങ്ങളുടെ പിതാവ്,
അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിന് ഞങ്ങളെ തിരിയുന്നതുമില്ല. നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു. യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ അഥവാ രക്ഷകൻ, അല്ലെങ്കിൽ സ്വതന്ത്രൻ രക്ഷകൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്നാകുന്നു എൻ്റെ നാമം എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ലോർഡ്. യുഗാരംഭം മുതൽ നമ്മുടെ സർവശക്തനായ ദൈവം വീണ്ടെടുപ്പുകാരനായിരുന്നു അഥവാ രക്ഷകനാണ് എന്ന് പ്രവാചക പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. രക്ഷകൻ, ഏകരക്ഷകൻ യേശു ക്രിസ്തു മാത്രമാണ് എന്നും തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 59-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, എന്നാൽ സിയോനും യാക്കോബിൽ അതിക്രമം വിട്ടുതിരിയുന്ന ഏവർക്കും അവൻ വീണ്ടെടുപ്പുകാരനായി വരും എന്ന് യഹോവയുടെ അരുളപ്പാട് എന്നിവിടെ കാണുവാൻ കഴിയുന്നു. ഇവിടെ ഇസ്രായേലിൽ തങ്ങളുടെ അതിക്രമങ്ങളെ വിട്ടുതിരിയുന്ന ഏവരെയും വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി വീണ്ടെടുപ്പുകാരനായി കർത്താവ് കടന്നു വരും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യഭാഗത്തിൽ നാം വായിക്കുന്നത്, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. യാതൊരു വിധമാകുന്ന ജീവികളുടെ അഥവാ മൃഗങ്ങളുടെ രക്തം കൊണ്ടല്ല, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്വന്തം രക്തത്താലാണ് വീണ്ടെടുപ്പ് സാധ്യമാക്കി തീർത്തത് എന്ന് തിരുവചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുകയാണ്. രണ്ട് വീണ്ടെടുപ്പുകാരില്ല, ഒരേ ഒരു വീണ്ടെടുപ്പുകാരൻ മാത്രമേ ഉള്ളൂ. യഹോവയായ ദൈവം മനുഷ്യത്വം സ്വീകരിച്ച് ജഡത്തിൽ വെളിപ്പെട്ട് വന്നവനായ യേശു ക്രിസ്തു, അവനല്ലാതെ ഒരു വീണ്ടെടുപ്പുകാരൻ ഇല്ല എന്ന് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ടും പഠിക്കുവാനായിട്ട് കഴിയുന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. തൻ്റെ സ്വന്തം രക്തം ഊറ്റിക്കൊടുത്ത് ന്യായപ്രമാണത്തിന്റെ ശാപത്തിന് കീഴിലായിരുന്ന വ്യക്തികളെ ഒക്കെയും അവൻ വിലയ്ക്ക് വാങ്ങി എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുകയാണ്. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-19 വാക്യഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മുടെ പിതൃപാരമ്പര്യമൊക്കെ വ്യർത്ഥമായിരുന്നു. അതിൽ നിന്നൊക്കെയും നിങ്ങളുടെ നടപ്പ് മോശമായിരുന്നു എങ്കിലും അതിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നത് ഭൗതികമായി പൊന്നോ വെള്ളിയോ അങ്ങനെ ഭൗതിക വിലപിടിപ്പുള്ളതായ വസ്തുക്കളെ കൊണ്ടല്ല. ആ വസ്തുക്കളൊക്കെ അഴിഞ്ഞു പോകുന്നതാണ്, അല്ലെങ്കിൽ ഇല്ലാതെയാകുന്നതാണ്, നശിച്ചു പോകുന്നതാണ് എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. എന്നാൽ യാതൊരു വിധമാകുന്ന നിർദോഷവും ഇല്ലാത്ത നിഷ്കളങ്കമായ യേശു ക്രിസ്തു എന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അത്രേ
നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, പരമനാഥനായ നമ്മുടെ കർത്താവ് മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് കടന്നു വന്നതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. അവിടെ കാണുന്നത് മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി നൽകുവാനുമായിട്ട് വന്നു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. തിമോത്തിയോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-6 വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ എന്നവിടെ കാണുവാൻ കഴിയുകയാണ്. ഒരേ ഒരു ദൈവം, ആ ഏക ദൈവമാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ലോകത്തിലേക്ക് വന്നത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതിൻ്റെ 6-ാമത്തെ വാക്യഭാഗം ഇങ്ങനെ വായിക്കുന്നു: എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. സകല മനുഷ്യർക്കും വേണ്ടി തൻ്റെ രക്തം ഊറ്റിക്കൊടുത്ത്, അത് മറുവിലയായി കൊടുത്ത് രക്ഷിച്ചവനായ യേശു ക്രിസ്തുവാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി കടന്നു വന്ന ഏക ദൈവം എന്ന് ഇവിടെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, സ്തോത്രം. നമുക്ക് വേണ്ടി ക്രിസ്തു ശാപമായി തീർന്നതിനാൽ ലംഘിക്കപ്പെട്ട പ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് അവൻ നമ്മെ വീണ്ടെടുത്തു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. നമ്മുടെ വിടുതലിനായി മറുവിലയായി നൽകപ്പെട്ടത് അവൻ്റെ രക്തമാണ്, അഥവാ അവൻ്റെ ജീവനാണ് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്വന്തം ജീവൻ കൊടുത്തിട്ടാണ്, മറുവിലയായി കൊടുത്തിട്ടാണ് നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാനിടയായി തീർന്നത്, അവ രക്ഷിക്കുവാനിടയായി തീർന്നത് എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ സകല മനുഷ്യരെയും പാപത്തിൻ്റെ ശാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാനും രക്ഷിക്കുവാനും അവരെ ദൈവരാജ്യത്തിൽ പങ്കാളികളാക്കി തീർക്കുന്നതിന് വേണ്ടി പരിശുദ്ധനായ കർത്താവ് മനുഷ്യവേഷമെടുത്ത് ലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നു എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടിയാണ് സർവശക്തനായ ദൈവം മനുഷ്യത്വം സ്വീകരിച്ചത് എന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൽ നിന്നും അതുമൂലമുള്ള മരണത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി സർവശക്തനായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു വന്നു. അവനാണ് കർത്താവായ യേശു ക്രിസ്തു. എന്ന് വിശ്വസിക്കുന്നവർക്ക് അവൻ നിത്യജീവനെ കൊടുക്കുന്നു എന്നും അവനിൽ വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടുമെന്നും ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നു. എന്നാൽ അത് വിശ്വസിക്കാത്തവനോ, ദൈവം ശരീരം സ്വീകരിച്ച് ലോകത്തിൽ വന്ന്, അല്ലെങ്കിൽ മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിൽ വന്ന് വീണ്ടെടുപ്പുകാരനാണ് യേശു ക്രിസ്തു എന്നുള്ളതായ സത്യം വിശ്വസിക്കുവാൻ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എങ്കിൽ, ഇന്ന് ദൈവവചനത്തിൻ്റെ സത്യത്തിൽ നിന്നും അനേകരെ തെറ്റിച്ച് കളയുന്ന നിലയിലുള്ളതായ വിവിധ
ദുരുപദേശങ്ങൾ ലോകത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവവചനത്തിന്റെ വസ്തുതകൾ മനസ്സിലാക്കി സത്യത്തിന് അനുസരണമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ കഴിയാതെ പോകുന്ന വ്യക്തി ജീവിതങ്ങൾ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ആരായിരുന്നു എന്നും എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് അവൻ മനുഷ്യത്വം സ്വീകരിച്ച് കടന്നു വന്നു എന്നും അവൻ ഇവിടെ നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് തിരിച്ചറിയുകയും അവൻ സാക്ഷാൽ സർവശക്തനായ ദൈവമാണെന്നുള്ള അറിവ് ഉണ്ടാവുകയും ആ സത്യദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച് അവന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയുന്നു എങ്കിൽ തീർച്ചയായിട്ടും അരുമനാഥനായ കർത്താവിന്റെ വരവിങ്കിൽ ലജ്ജ കൂടാതെ അവനോട് ഒരുമിച്ച് നിൽക്കുവാനും അവന്റെ രാജ്യത്തിൽ സന്തോഷിപ്പാനും ഇടയായിത്തീരും. എന്നാൽ അതിനെ വിസമ്മതിക്കുന്നതായ വ്യക്തി ജീവിതങ്ങൾ അല്ലെങ്കിൽ അതിന് വിപരീതമായിട്ട് ആ ഉപദേശങ്ങൾ പഠിപ്പിക്കുകയും ജനത്തെ വഞ്ചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സകല വ്യക്തി ജീവിതങ്ങളും ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ശിക്ഷാവിധി എന്ന് പറയുമ്പോൾ സ്തോത്രം ഒരു നിസ്സാരമായി ആരും അതിനെ കാണരുത്. അതിൻ്റെ ഗൗരവം വളരെ വലുതാണ്. അത് ആർക്കും ഉണ്ടാകരുതെന്ന് ദൈവം പോലും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ശിക്ഷാവിധിയിൽ മനുഷ്യനാകപ്പെടാതെ വണ്ണം പൂർണ്ണമായും രക്ഷ പ്രാപിക്കേണ്ടതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവും ദൈവവുമായി അംഗീകരിക്കുവാൻ ആർക്ക് കഴിയുമോ അവർക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയുമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. സ്തോത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശു ക്രിസ്തുവിന്റെ നാമമാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തെ വളരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ആക്ഷേപിക്കുകയും യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വിരോധമായി വളരെയധികം സ്തോത്രം ചർച്ചകൾ നടത്തുകയും മറ്റ് തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുകയും ജനത്തെ വഞ്ചിക്കുകയും ചെയ്യുന്ന സകല പ്രിയപ്പെട്ടവരും സ്തോത്രം ദൈവവചനത്തിന്റെ വസ്തുതകളെ തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ ദൈവം എല്ലാവരെയും ക്ഷണിക്കുകയാണ്. കർത്താവിന്റെ വചനത്തിന്റെ സത്യം മനസ്സിലാക്കി സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാനും നിത്യതയിൽ പങ്കാളിത്തം വഹിക്കുവാനും സകലരെയും കർത്താവ് തങ്കലേക്ക് ക്ഷണിക്കുന്നു. സ്തോത്രം. അവനല്ലാതെ മറ്റൊരു വീണ്ടെടുപ്പുകാരനോ രക്ഷകനോ ഇല്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമത്തിൽ വിശ്വസിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നിത്യകാലം വാഴുവാൻ ഒരുക്കമുള്ളവരായി കാണപ്പെടുവാൻ സകലരെയും കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് വൈകിയ സമയത്ത് അല്പസമയം തിരുവചനവുമായിട്ട് നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എളിയവന് കൃപ നൽകിയത് കൊണ്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. എളിയവന് വേണ്ടി അവസരമൊരുക്കി തന്ന കർത്താവിന്റെ വിലയേറിയ ദാസന്മാരെ കർത്താവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. എളിയവനെ ഇത്രത്തോളം ബലപ്പെടുത്തിയ സർവ്വലവനായിരിക്കുന്ന കർത്താവിന് സകലവിധ മാനവും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. SCNDST എന്ന ഈ ഗ്രൂപ്പിലൂടെ അല്പസമയം തിരുവചനം സംസാരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഇതിൻ്റെ അഡ്മിന്മാരെ നീ അനുഗ്രഹിക്കണം. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും അനുഗ്രഹിക്കണം. പ്രവർത്തനം അനുഗ്രഹമായി തീരുവാനും അത് വിശാലമായി തീരുവാനും നീ സഹായിക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. വചനം എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാനും സഹായിച്ചാട്ടെ. പ്രാർത്ഥന തിരുമേനി കേട്ടതിനായി സ്തുതിക്കുന്ന ഇളയവനെ എത്രത്തോളം ബലപ്പെടുത്തിയുണ്ട്. സ്തോത്രം. സകല മഹത്വപ്പനിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ ദിനമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി. സ്തോത്രം, സ്തോത്രം.